പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിലെ 32-ാം ദിവസമാണിന്ന്. വലിയ പ്രാധാന്യത്തോടെ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു തിരുനാൾ ഇന്നുണ്ട്. ഈശോയുടെ വളർത്തുപിതാവായ, പരിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവായ, തിരുസഭയുടെ സംരക്ഷകനായ, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ, നന്മരണത്തിൻ്റെ മധ്യസ്ഥനായ, തൊഴിലാളികളുടെ മധ്യസ്ഥനായ, യാത്രക്കാരുടെ മധ്യസ്ഥനായ, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ സഭ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഏറെ സ്നേഹത്തോടെ വണങ്ങുകയും ചെയ്യുന്ന മാർ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാളാണിന്ന്. ആ യൗസേപ്പ് പിതാവിനോട് വലിയ സ്നേഹവും ഭക്തിയും നമ്മുടെ സഭയിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിലേറെ പേർക്ക് ജോസഫ്, ഔസേപ്പ്, യൗസേപ്പ്, ജോസ് തുടങ്ങിയ പേരുകളെല്ലാം ഇട്ട് നമ്മൾ ഈ വലിയ വിശുദ്ധനെ ബഹുമാനിക്കുന്നു. എല്ലാ ദിവസവും നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ നമ്മൾ മാർ യൗസേപ്പ് പിതാവിനോടുള്ള ജപം ചൊല്ലുന്നു. നമ്മുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കുമെല്ലാമുള്ള സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വലിയ വിശുദ്ധൻ്റെ, അതിശ്രേഷ്ഠനായ ഈ വിശുദ്ധൻ്റെ സ്വർഗീയമായ മാധ്യസ്ഥം നമുക്കെല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് യൗസേപ്പ് പിതാവിൻ്റെ ഈ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞ് യൗസേപ്പിന് നിർദ്ദേശം ലഭിക്കുന്ന ആ കാര്യവും, അതേ തുടർന്ന് അദ്ദേഹം ആ ദൂതൻ പറഞ്ഞതുപോലെ തന്നെ കിട്ടിയ നിർദ്ദേശമനുസരിച്ച് തന്നെ പ്രവർത്തിച്ച് ദൈവഹിതം നിറവേറ്റുന്നതുമാണ് നമ്മൾ കാണുന്നത്. മാർ യൗസേപ്പിൻ്റെ ഏറ്റവും നല്ല വിളിപ്പേരുകളിലൊന്ന് സുവിശേഷം നൽകിയിരിക്കുന്ന ഒരു പേര് തന്നെയാണ്, നീതിമാൻ. നീതിമാൻ എന്ന ഒരു പേരാണ് സുവിശേഷം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. മറിയത്തിൻ്റെ ഭർത്താവെന്ന, ഈശോയുടെ വളർത്തുപിതാവെന്ന അതിശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ പിന്നീട് സഭ കൊടുത്ത ഒരു പേരല്ല നീതിമാനെന്ന്. കാരണം ആ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മറിയത്തിൻ്റെ ഭർത്താവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് നീതിമാനായതല്ല. അദ്ദേഹം ജീവിതത്തിൻ്റെ ആരംഭകാലം മുതൽ നീതിയിൽ ജീവിച്ചു വന്നയാളാണ്. അത് അയാളെ മറിയത്തിൻ്റെ ഭർത്താവായി, ഈശോയുടെ വളർത്തുപിതാവായി തിരഞ്ഞെടുക്കുന്നതിന് അടിസ്ഥാന മാനദണ്ഡവും ഘടകവുമായി മാറുകയും ചെയ്തു. ഒരു പദവിയിലേക്ക് ദൈവം ഉയർത്തിയപ്പോൾ ആ കൂടെ കിട്ടിയ ടൈറ്റിലല്ല നീതിമാൻ. അദ്ദേഹം ജീവിതം കൊണ്ട് നീതിമാനായിരുന്നതുകൊണ്ട് ഈ പദവികളിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്നതാണ് സത്യം. യൗസേപ്പ് നീതിയോടെ ജീവിച്ചത് 3 കാര്യങ്ങളെ മാനിച്ചിട്ടായിരുന്നു, 3 കാര്യങ്ങളെ ഓർത്തിട്ടായിരുന്നു യൗസേപ്പിന് നീതിമാനായി വളർന്നു വരാൻ സാധിച്ചത്. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ മാനിച്ചിട്ടാണ്, ദൈവത്തെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. അത് അദ്ദേഹത്തെ നീതിമാനാക്കി. ദൈവത്തെ ഓർത്തുകൊണ്ട് ജീവിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിൻ്റെ മതാത്മക ജീവിതം നല്ല യഹൂദ പശ്ചാത്തലത്തിലുള്ള, ദൈവത്തോടേറെ അടുപ്പമുള്ള, ദൈവചിന്തയുള്ള ജീവിതമായിരുന്നു. ദൈവവചനം അനുസരിച്ചുള്ള ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് ദൈവദൂതൻ്റെ നിർദ്ദേശം അതേപടി അനുസരിക്കുന്നതും അതിനെ വിലയോടെ കാണുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അദ്ദേഹം മതാത്മകമായ ആചാരങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തയാളാണ്. 8-ാം ദിവസം ഈശോയെ പരിച്ഛേദനത്തിന് കൊണ്ടുപോകുന്നതിന് മുമ്പിൽ നിൽക്കുന്നയാളാണ്. 12-ാം വയസ്സിൽ ഈശോയുമായി ജെറൂസലേമിൽ തിരുനാളിന് പോകുന്ന പതിവനുസരിച്ച് എന്ന് പറഞ്ഞാൽ ആ 12-ാം വയസ്സിൽ മാത്രമല്ല, അതിനു മുമ്പുള്ള 11 വർഷങ്ങളിലും ഈശോയെയും മാതാവിനെയും കൂട്ടി അയാൾ തീർച്ചയായും ആ തിരുനാളിന് പോയിട്ടുണ്ട്. മതാത്മക ജീവിതത്തിന് അർഹമായ പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ദൈവത്തെ, ദൈവിക കാര്യങ്ങളെ, ആത്മീയ കാര്യങ്ങളെ മാനിച്ചും വേണ്ട പരിഗണന കൊടുത്തും ജീവിച്ച വ്യക്തിയെ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നീതിമാൻ എന്ന കാര്യത്തിൻ്റെ ഒന്നാമത്തെ ഘടകം അതായി മാറി. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും അദ്ദേഹം കൊടുത്തിരുന്ന പ്രാധാന്യമാണ്. വലിയ ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ടെന്ന് നമുക്കറിയാം. അതിശ്രേഷ്ഠമായ പൗരോഹിത്യ പാരമ്പര്യമുള്ള ഇസ്രായേലിലെ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ച അദ്ദേഹത്തിന് കുടുംബത്തിൻ്റെ ഒരു സമൂഹത്തിലുള്ള വലിയ പദവി, പ്രാധാന്യം, അതോടൊപ്പം ആ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത അദ്ദേഹത്തിൻ്റെ നീതിമാൻ എന്ന കാര്യം മനസ്സിൽ വളർത്തുന്നതിലേറെ സഹായകമായി. അദ്ദേഹം കുടുംബാംഗങ്ങളോടും പൊതുസമൂഹത്തിലെ അംഗങ്ങളോടും പുലർത്തിയ ബഹുമാനമാണ്
ഈ ഒരു കാര്യത്തിൽ നമ്മൾ മാനിക്കുന്നത്. അദ്ദേഹം പൊതു മനുഷ്യത്വത്തെ മാനിച്ച വ്യക്തിയാണ്. ദൈവത്വത്തെ മാനിച്ചതുപോലെ പൊതു മനുഷ്യത്വത്തെ മാനിച്ച വ്യക്തിയാണ്. താൻ മൂലം ആർക്കും ഒരു ഉപദ്രവവും വിഷമവും ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ചിന്തിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ നല്ല കുടുംബ പാരമ്പര്യം അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ടാണ് മറിയത്തെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു നല്ല മനസ്സ് അദ്ദേഹത്തിൽ കാണുന്നതെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ മാനിച്ചു, മനുഷ്യനെ മാനിച്ചു. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം സ്വന്തം മനസാക്ഷിയെ മാനിച്ചു എന്നുള്ളതാണ്. സ്വന്തം മനസാക്ഷി അരുതെന്ന് പറഞ്ഞതൊന്നും അദ്ദേഹം ചെയ്തില്ല. അത് തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തു. സ്വന്തം മനസാക്ഷി അദ്ദേഹത്തോട് പറയാത്തതൊന്നും, അല്ലെങ്കിൽ അരുത് എന്ന് പറഞ്ഞതൊന്നും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം ആ മനസാക്ഷിയുടെ പ്രേരണകൾക്കനുസരിച്ച് ജീവിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഈ 3 കാര്യങ്ങൾ ചേർന്ന ഒരു ജീവിതമാണ് ദൈവത്തെ മാനിച്ച്, മനുഷ്യരെ മാനിച്ച്, സ്വന്തം മനസാക്ഷിയുടെ നിമന്ത്രണങ്ങളെ മാനിച്ച് ജീവിച്ച ജീവിതം അദ്ദേഹത്തെ നീതിമാനായി വളർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. അത് പിന്നീട് ഒരു പേരായി അദ്ദേഹത്തിന് നൽകി എന്നേ ഉള്ളൂ. സാധാരണ വിശുദ്ധരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യനും മരിച്ചതിന് ശേഷം വിശുദ്ധനായിട്ടില്ല. ജീവിച്ചിരുന്നപ്പോഴാണ് അവർ വിശുദ്ധരായിരുന്നത്. മരണശേഷം അവർ വിശുദ്ധരായിരുന്നുവെന്ന് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ. അവർ വിശുദ്ധരായി ജീവിച്ചത് ഈ ഭൂമിയിൽ ജീവിച്ച കാലത്താണ്. എന്ന് പറയുന്നത് പോലെ യൗസേപ്പ് മറിയത്തിൻ്റെ ഭർത്താവായി വന്നതിന് ശേഷം പെട്ടെന്ന് നീതിമാനായതല്ല. ജീവിതത്തിൻ്റെ ആരംഭഘട്ടം മുതൽ നീതിമാനായി ജീവിച്ചു വന്ന വ്യക്തിയെ പിന്നീട് സഭ, സുവിശേഷം, ദൈവം ആ പേരിൽ വിളിച്ചു എന്നേ ഉള്ളൂ. നമുക്കും ദൈവത്തെയും നമ്മുടെ മനുഷ്യ സമൂഹത്തെയും നമ്മുടെ മനസാക്ഷിയെയും മാനിച്ച് ബഹുമാനത്തോടെ കണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ മാറി യൗസേപ്പിൻ്റെ പാതയിൽ നീതിമാൻ എന്ന് വിളിക്കപ്പെടാൻ ദൈവത്താൽ അർഹരാകും. ആ തരത്തിലുള്ള വലിയ ഒരു ആത്മീയ ഉന്നമനം, ആ തരത്തിലുള്ള ഒരു ആത്മീയ വളർച്ച നമുക്കുണ്ടാകാൻ ഈ വലിയ വിശുദ്ധൻ്റെ തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മടിയിൽ തലവെച്ച് മറിയത്തിൻ്റെ ശുശ്രൂഷകളേറ്റ് മരിക്കാൻ ഭാഗ്യം കിട്ടിയ മാർ യൗസേപ്പിനെയാണ് നന്മരണത്തിൻ്റെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈശോയുടെ കൂടെ, മറിയത്തോടുകൂടെ എന്നും ആയിരുന്നതുപോലെ നമുക്കും തിരുക്കുടുംബത്തോടുകൂടെ എന്നുമായിരിക്കാൻ ഈ വലിയ പിതാവ് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.